മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് വായനയിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രസിദ്ധമായ നോവൽ ഇന്റുപ്പാപ്പാക്കൊരു ആനയുണ്ടാർന്ന്. അനേകായിരം വർഷങ്ങൾക്ക് മുമ്പ് നടന്നതുപോലെയാണ്. എന്താണെന്ന് വെച്ചാൽ ചെറുപ്പകാലം വളരെ ദൂരത്താണല്ലോ. അവിടം മുതൽ പലതും സംഭവിച്ചു. അതൊക്കെ ഒരു തമാശ മട്ടിലെ കുഞ്ഞുപാത്തുമ്മക്ക് ഓർമ്മിക്കാൻ കഴിയും. പച്ചയായ ജീവിതം എന്നും ഇതെല്ലാം പൊരുളറിയാൻ കഴിയാത്ത അത്ഭുതം തന്നെ. ഒന്നും ആരുടെയും പിടിയിലല്ലല്ലോ. എന്തു ചെയ്യും? വിങ്ങിക്കരയാൻ തോന്നും, ഹൃദയം തുറന്ന് പൊട്ടിച്ചിരിക്കാനും. ചിരിയാണല്ലോ കരച്ചലിനേക്കാൾ അധികം നല്ലത്. ഓർത്തോർത്ത് മന്ദഹസിക്കാം. ആരെയും കുഞ്ഞുപാത്തുമ്മ വേദനിപ്പിച്ചിട്ടില്ല. ഒരു എറുമ്പിനെ പോലും ദ്രോഹിച്ചിട്ടില്ലെന്ന് പറയാം. റബ്ബുൽ ആലമീനായ തമ്പുരാന്റെ സൃഷ്ടികളിൽ ഒന്നിനെയും അവൾ വെറുത്തിട്ടില്ല. ചെറുപ്പം മുതൽക്കേ എല്ലാ ജീവജാലങ്ങളുടെയും ഇഷ്ടമായിരുന്നു. ആദ്യമായി അവൾ സ്നേഹിച്ചു തുടങ്ങിയത് ഒരു ആനയെയാണ്. ഒരിക്കലും അതിനെ അവൾ കണ്ടിട്ടില്ല, എന്നാലും സ്നേഹിച്ചു. അതിനെപ്പറ്റി അവൾ കേൾക്കുന്നത് ഇപ്രകാരമാണ്. അന്നവൾക്ക് ഏതാണ്ട് 7 വയസ്സായി കാണും, അല്ലെങ്കിൽ 8, അതിൽ കൂടുകയില്ല. ആ കാലത്ത് അവളുടെ നേർക്ക് ഒരു നിരോജ്ഞത ഇറങ്ങി. ബാപ്പയുടെ വകയല്ല, ഉമ്മയുടേത്. സംഗതി മറ്റൊന്നുമല്ല. ഇസ്ലാമികളാണെങ്കിലും അയൽപ്പക്കങ്ങളിലെ പിള്ളേരുമായി കൂട്ടുകൂടരുത്. ചുരുക്കത്തിൽ അവരുമായി യാതൊരു ഇടപാടും പാടില്ല. എന്താ കാരണം? ലോകപ്രസിദ്ധമായ ആ രഹസ്യം ഉമ്മ അവളോട് പറഞ്ഞു. എൻ്റെ പൊന്നു കുഞ്ഞുപാത്തുമ്മ, നീ ആനക്കാരൻ്റെ പുന്നാരമോളുടെ പുന്നാരമോള. എൻ്റെ ഉപ്പാപ്പാക്ക് ഒരാന ഉണ്ടായിരുന്നു, വലിയൊരു കൊമ്പനാന.